ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഖത്തറിലെ ഒപ്പോന്റെ ഷോറൂമിലാണ്. ഖത്തറിലെ ഒപ്പോന്റെ ഷോറൂം നിൽക്കുന്നത് പ്ലാസ മാളിലാണ്. സെനയിലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള പ്ലാസ മാളിലാണ് ഖത്തറിന്റെ ഷോറൂം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഒപ്പോയുടെ ഈ ഒരു റെനോ 8T 5Gയും 4Gയും. വളരെയധികം കൂടുതൽ പ്രത്യേകതയാണ് ഈ പ്രാവശ്യം ഒപ്പോ മൊബൈലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇതാണ് ഒപ്പോയുടെ റെനോ 8T 5G ഫോൺ. ഇതാണ് ഒപ്പോ റെനോ 8T 4G ഫോൺ. ഇതിലെ 5G ഫോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പോ റെനോ 8T 5Gയിൽ കർവ്ഡ് സ്ക്രീനാണ് വരുന്നത്. കർവ്ഡ് സ്ക്രീനാണ്, അതുപോലെ തന്നെ ബാക്ക് സൈഡ് ബോഡിയും കർവ്ഡ് ആണ് വരുന്നത്. ഈ കർവ്ഡ് സ്ക്രീനിൽ തന്നെ 120 Hz റീഫ്രഷ് റേറ്റ് ആണ് ഈ ഒപ്പോ മൊബൈലിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൈസിൽ 120 Hz റീഫ്രഷ് റേറ്റും കർവ്ഡ് സ്ക്രീനും ഈ ഒരു മൊബൈലിൽ കൊടുത്തിരിക്കുന്നത്. 108 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറയാണ് ഇപ്രാവശ്യം ഒപ്പോ മൊബൈലിൽ റെനോ 8T കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 67 വാട്ടിന്റെ സൂപ്പർവൂക്ക് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഒരു മൊബൈലിലുള്ളത്. ഇതിലെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8+8 GB റാമിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, റാം എക്സ്പാൻഷൻ ഓപ്ഷൻ. അടുത്തതായി ഇതിൽ കൂടുതലുള്ള ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് ഇതിലെ ഒപ്പോ മൊബൈലിന്റെ ക്യാമറ. ഈ ക്യാമറ ഓപ്ഷനിൽ 108 മെഗാപിക്സൽ കൂടാതെ മൈക്രോസ്കോപ്പ് ക്യാമറ ലെൻസ് ഉണ്ട്. ഈ മൈക്രോസ്കോപ്പ് ക്യാമറന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പാർട്സും അത്രയും സൂം ചെയ്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് 20x ആണ്, ഇത് നിങ്ങൾക്ക് 40x സൂം ചെയ്യാൻ പറ്റും. ഇതാണ് മൈക്രോസ്കോപ്പ് ക്യാമറന്റെ ഒരു പ്രത്യേകത. അപ്പം നമുക്ക് അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108 മെഗാപിക്സലിന്റെ ക്യാമറ. ഈ 108 മെഗാപിക്സലിന്റെ ക്യാമറ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ചെയ്ത് ഈ ഫോട്ടോ ഓപ്ഷനിൽ ഇവിടെ 3 ഡോട്ട്സ് ഉണ്ട്. അതിൽ ഹൈ കൊടുത്തു കഴിഞ്ഞാൽ 108 മെഗാപിക്സലിന്റെ ഫോട്ടോ നമുക്ക് ഇതിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായി പോർട്രേറ്റ് ക്യാമറ. പോർട്രേറ്റ് ക്യാമറയിലാണ് ഫ്രണ്ട് ക്യാമറ നമുക്ക് വരുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്കിപ്പോൾ കാണാം, ഫിൽറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം AI കളർ പോർട്രേറ്റ്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുകയും നമ്മളെ മാത്രം കളറിൽ ഇതിൽ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുകയും ചെയ്യും. ഇതിൽ തന്നെ നമുക്ക് കാണാം, സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ട് ഡിവൈസിൽ 4800 mAh ബാറ്ററി ബാക്കപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 8+8 GB റാമിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. 8+4, 8+6, 8+8 അങ്ങനെയുള്ള 3 ഓപ്ഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനുശേഷം ഫോൺ റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റർണൽ മെമ്മറിയിലെ 256 നിന്നും 8 കുറയുകയും അത് റാമിൽ ആഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ ഒരു റാം എക്സ്പാൻഷൻ ഓപ്ഷൻ വരുന്നത്. 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈലിൽ വരുന്നത്. അതുപോലെ തന്നെ 120 Hz റീഫ്രഷ് റേറ്റും 1 ബില്യൺ കളേഴ്സുമാണ് ഈ ഒരു മൊബൈലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമോലെഡ് സ്ക്രീനാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4800 mAh ബാറ്ററി ബാക്കപ്പ് ആണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗന്റെ 6 നാനോമീറ്റർ പ്രോസസ്സറും ഇതിലുണ്ട്. ഇനി 32 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയും 108 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഡെപ്തും 2 മെഗാപിക്സലിന്റെ മൈക്രോസ്കോപ്പ് ലെൻസുമാണ് ഈ ഒരു ഫോണിലുള്ളത്. ആൻഡ്രോയിഡ് വേർഷൻ 13 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആണ് ഇപ്പോൾ ഈ ഒരു ഫോണിലുള്ളത്. ഇനി ഇതിലെ നമുക്ക് സെറ്റിംഗ്സിലേക്ക് വരാം. ഒപ്പോ റെനോ 8T 4Gയുടെ സെറ്റിംഗ്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എബൌട്ട് ഡിവൈസിൽ നമുക്കിവിടെ കാണാൻ പറ്റും 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 6.43 ഇഞ്ചിന്റെ ഡിസ്പ്ലേ സ്ക്രീനും ഹീലിയോ G99 പുതിയ ഒക്ടാകോർ പ്രോസസ്സറുമാണ് ഇപ്രാവശ്യമുള്ളത്. 8+8 GB റാമിന്റെ ഓപ്ഷൻ ഇതിലുമുണ്ട്. 8+4, 8+6, 8+8 എന്നിങ്ങനെ 3 ഓപ്ഷനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഇന്റർണൽ മെമ്മറിയിൽ നിന്നും 8 GB കുറയുകയും റാമിൽ അത് 8 GB ആഡ് ആവുകയും ചെയ്യും. ഇതിലെ ക്യാമറ ഓപ്ഷൻ നമുക്ക് കാണാം. 32 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയും 100 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഡെപ്ത് ക്യാമറയും 2 മെഗാപിക്സലിന്റെ മൈക്രോസ്കോപ്പ് ക്യാമറയുമാണ് ഉള്ളത്. ആൻഡ്രോയിഡ് വേർഷൻ 13 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയ വേർഷൻ ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. കാണാം, ഈ ചാർജിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കോൾ വരുമ്പോൾ എല്ലാം വരുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ലൈറ്റ് ഓപ്ഷൻ കാണാം. ഇത് 8 കളർ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിലെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 GB റാമും 256 GB മെമ്മറിയും ഇതിലുണ്ട്. ഇതിലെ 33 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒപ്പോ റെനോ 8Tയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെനോ 8T 5Gക്ക് വരുന്നത് ഖത്തർ റിയാൽ 1499 റിയാലാണ്. 4G മോഡലിന് വരുന്നത് 1099 റിയാലുമാണ്.
ആദ്യമായിട്ടാണ് ഈ 1499 റിയാലിന് ഓപ്പോ മൊബൈൽ 256 GB 5G ഫോണും അമോലഡ് സ്ക്രീനും 120 Hz റീഫ്രഷ് റേറ്റും 67 വാട്ട് ഫാസ്റ്റ് ചാർജും കൊടുത്തിരിക്കുന്നു. ഇത് വളരെ ഒരു എക്സൈറ്റിംഗ് ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് പറഞ്ഞു. മുന്നേ ഉണ്ടായിരുന്ന ഓപ്പോയുടെ റെനോ 8Z ആണ് ഈ ഒരു പ്രൈസിൽ ഉണ്ടായിരുന്നത്. ഓപ്പോയുടെ റെനോ 8Zന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 വാട്ടിന്റെ സൂപ്പർവൂക്ക് ഫാസ്റ്റ് ചാർജ് ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഓപ്പോയുടെ റെനോ 8Tയിൽ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ സ്പീഡാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ക്യാമറ ഓപ്ഷൻ പറഞ്ഞാൽ 64 മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറ ആയിരുന്നു ഇതിനു മുന്നേ കൊടുത്തിരുന്നത്. 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയായിരുന്നു ഓപ്പോ റെനോ 8Zൽ കൊടുത്തിരുന്നത്. ഇപ്പോൾ ആകട്ടെ ഓപ്പോ റെനോ 8T 5Gയിൽ 1499 സെയിം പ്രൈസിൽ തന്നെ 108 മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറ 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയുമാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അങ്ങോട്ട് കുത്തി പൊട്ടിച്ചേക്കുക. താങ്ക് യു.